ഒരു പരീക്ഷയ്ക്കും തോന്നാത്തത്രയും മടി തോന്നിക്കൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത്. കാരണം എസ്സേയുടെ പരീക്ഷയായതുകൊണ്ട് എനിക്ക് പൊക്കമില്ലാത്തത് കൊണ്ടും എനിക്ക് പോകാനായിട്ടൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്നാലും പോയേക്കാമെന്നും കരുതി ഇന്നലെ രാത്രി ഞാൻ പോയി ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു മടിയായിരുന്നു. കൂടാതെ ഇന്ന് നല്ല ഒന്നാന്തരം മഴയായിരുന്നു. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. റോഡൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മഴയായിരുന്നു എക്സാം ഹാളിൽ. എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും നല്ല രീതിയിൽ നനഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. കാരണം എൻ്റെ വണ്ടിയിലായിരുന്നു എൻ്റെ റെയിൻകോട്ടൊക്കെ ഉണ്ടായിരുന്നത്. തിരിച്ച് നമ്മൾ വീട്ടിലെത്തി സാധാരണത്തെ പോലെ തന്നെ 2 ലോട്ടറി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കവറിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് റംബൂട്ടാനായിരുന്നു കേട്ടോ. അപ്പോൾ എക്സാമിന് പോകുന്നത് തന്നെ എന്തെങ്കിലും മേടിക്കാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു ഇത്തവണ. എന്തായാലും ദാണ്ടെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്ഥിരമായിട്ട് പറിക്കുന്ന നമ്മുടെ പയർ ചെടിയിൽ നിന്ന് കുറച്ച് പയറൊക്കെ പറിച്ച് നേരെ വീട്ടിലേക്ക് അകത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം നമ്മൾ പിന്നെ ചോറൊക്കെ കഴിച്ച് കാര്യം നമ്മുടെ മേഖലയല്ലെങ്കിലും പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമായിപ്പോയല്ലോ. അങ്ങനെ പരീക്ഷയുടെ എക്സാം മാർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ദാണ്ടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് അതിൻ്റെ മാർക്കൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്ക് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 40 മാർക്കോളമാണ് എനിക്കുള്ളത്. കാരണം ഞാൻ 100 എണ്ണം കറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. 100 എണ്ണം കറുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 മാർക്ക് കിട്ടിയ ഒരു പരീക്ഷയായിരുന്നു എനിക്കിത്. കുറച്ചൊക്കെ അറിയാമായിരുന്നു. അതായത് എനിക്ക് ഇംഗ്ലീഷ് മലയാളം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള പരീക്ഷയായിരുന്നു. പക്ഷെ മാത്സ് ഇച്ചിരി കടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് എനിക്കൊന്നും പറയാനായിട്ട് അറിയത്തില്ല. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആർട്ടിക്കിൾസ് എടുത്തെടുത്ത് ചോദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയാസൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്കി കുത്താനൊക്കെ പറ്റും. എനിക്ക് ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് 40 മാർക്കായിപ്പോയത്. അല്ലാതെ എഴുതി വാങ്ങിച്ച മാർക്ക് അല്ലാതെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. എന്തായാലും മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്കി കുത്തിയ ഒരു പരീക്ഷയായിരുന്നു. പിന്നെ എക്സാം അനാലിസിസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും കുറേ ചാനലുകാരൊക്കെ പറയുന്നത് ഒരു 45 to 50 കട്ട് ഓഫ് വരും, അല്ലെങ്കിൽ 50 to 55 കട്ട് ഓഫ് വരും എന്നൊക്കെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമും ഞാൻ എഴുതിയിരുന്നു. അന്ന് എനിക്ക് 34 മാർക്കായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാതെയാണ് ഞാൻ ഈ എഴുതുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും വലിയ കാര്യമില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് അത്രയും പൊക്കയില്ല. അപ്പോൾ 160 സെൻറ്റിമീറ്റർ വേണമല്ലോ. എനിക്ക് 157 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അതായത് CPIക്ക് വേണ്ട പൊക്കവേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഫ്ലാറ്റ് ഫുട്ടും ഉണ്ട്. അപ്പോൾ CPIയും പറ്റത്തില്ല, എസ്സേയും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. എന്നാലും പരീക്ഷകളൊക്കെ നമ്മൾ ആ ഒരു ഹാളിലിരുന്ന് പരീക്ഷ എഴുതുന്നതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആലപ്പുഴയിൽ ഇന്ന് വള്ളംകളി നടക്കുന്ന ദിവസമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ദിവസമാണ്. അപ്പോൾ എൻ്റെ വീട് ആലപ്പുഴ ആയതുകൊണ്ട് തിരിച്ചു വരുന്ന വഴിക്കൊക്കെ ഭയങ്കരമായിട്ട് ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. ആ ട്രാഫിക്കും കഴിഞ്ഞ് ഈ മഴയും കഴിഞ്ഞ് നല്ല ശരിക്കും അലഞ്ഞാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. പിന്നെ സാധാരണ ഉള്ള പരീക്ഷയുടെ സമയം അല്ലാഞ്ഞത് കാരണം തന്നെ നമുക്ക് ഇച്ചിരി നേരത്തെ വീട്ടിലെത്താൻ പറ്റിയെന്നുള്ളതും പിന്നെ ഒത്തിരി അങ്ങ് ടയേർഡായില്ല എന്നുള്ളതും ഒരു ഭാഗ്യമാണ്. എന്തായാലും ഇന്നത്തെ പരീക്ഷയുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ.